ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു 15-16 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു മിഡി തയ്ക്കാം. ഒരു അടിപൊളി മിഡിയാണ്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഏത് ക്ലോത്തിലാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ വെൽവെറ്റിൻ്റെ ക്ലോത്ത്, ഇത് ഫ്രോക്ക് തയ്ച്ചതിൻ്റെ ബാലൻസ് വന്നതാണ്. 4 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാലൻസ് വന്ന ക്ലോത്താണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തു എന്ന് വെച്ചാൽ കുട്ടികൾ ഇട്ടോളും. അപ്പോൾ ഇതിൽ എത്ര തുണിയും നീളവും വീതി ഉണ്ടെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നീളം കുറവാണ്, വീതി കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. ഇത് കുറച്ച് വലിയ മോഡലിലുള്ളൊരു ക്ലോത്താണ്. എന്താ പറയുക, അത്ര നല്ല ക്ലോത്തല്ല, കുറച്ച് വലിവുണ്ട്, തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 45 ഇഞ്ചോളം, ഇഞ്ച് കണക്കിന് 45 ഇഞ്ചോളം ഉണ്ട്. 1.25 മീറ്റർ ഉണ്ട്. രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ മൊത്തം വീതിക്കനുസരിച്ചിട്ട് 2.5 മീറ്റർ ഉണ്ട്. നീളമാണെങ്കിൽ 27-28 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ലെവലിന് വെട്ടിയെടുത്തിട്ടെന്ന് വെച്ചാൽ എന്താ പറയുക, ബെൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ലെവലാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കറക്റ്റ് 2 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു മോഡൽ മിഡിയാണ്. പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി ഉള്ളത് തന്നെ, എങ്കിലും നമ്മൾക്കിത് ഈസി ആയിട്ട് തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തുണി 2 പീസാക്കി ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ആദ്യം എടുക്കുക, ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക. ഞാനിപ്പോൾ ഫ്രണ്ട് പീസിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ സ്കേർട്ട് തയ്ക്കാറില്ലേ, അതുപോലെ ഒരു 1.5 ഇഞ്ച് അളവിന് അല്ലെങ്കിൽ 1 ഇഞ്ച് അളവിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ഒരേ സൈസിനുള്ള പ്ലീറ്റ് ഫ്രണ്ട് പീസിലാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് വിട്ട് കൊടുക്കുക. അതിന് ശേഷം ഓരോ ഇഞ്ച് അളവിന് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള തുണിയുടെ വീതി 45 ഇഞ്ചാണ്. അപ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടത് ഒരു 15 ഇഞ്ച് അല്ലെങ്കിൽ 16 ഇഞ്ച്, ആ അളവിന് മതി. അരവണ്ണത്തിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ എടുത്ത കുട്ടിയുടെ അരവണ്ണത്തിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ പ്ലീറ്റ് ഇതുപോലെ അടുപ്പിച്ചിട്ട് തന്നെ ഒരേ ലെവലിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 16 തയ്യൽ തുമ്പോട് കൂടി ചേർത്തിട്ട് ഒരു 16 ഇഞ്ച് വരുന്നത് പോലെ ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ തുണി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി അടുപ്പിച്ചിട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെട്ടിക്കളഞ്ഞാലും മതി. ഞാനിപ്പോൾ അത് മുഴുവനും എടുത്തിട്ട് ഒരു 16 ഇഞ്ചോളം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനായി എന്താ പറയുക, ആ പീസിന് ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് ബെൽറ്റിനായിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് ഇറക്കവും അതുപോലെ തന്നെ ഒരു 16 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ് പീസാണ് കേട്ടോ. ഇത് ലൈനിങ് പീസ് കട്ട് ചെയ്തതിന് ശേഷം വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഒന്നും കൂടെ വേണം. അപ്പോൾ ഫ്രണ്ട് പീസിൽ ഇത്തിരി പണി കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ എന്നെ കണ്ടു നോക്കുക. ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ തയ്ക്കാം, ഇടത്തരം പ്രായക്കാർക്കും തയ്ക്കാം. നല്ല ഭംഗിയുള്ളൊരു മിഡിയാണ്. ഈ പീസ് 2 മടക്കിയിട്ടിട്ട് സംസാരത്തിനിടയിൽ അത് മറന്നുപോയി കേട്ടോ. സൈഡ് ഒരു 3 ഇഞ്ച് അളവിന് ഓപ്പൺ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഓപ്പൺ സൈഡിൽ നിന്ന് കറക്റ്റ് സെൻറ്ററിലേക്ക് ക്രോസ് ആയി വെച്ചിട്ട് ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു വി മോഡലിൽ നമ്മൾക്ക് ഈ തുണി കട്ട് ചെയ്തപ്പോൾ കിട്ടും. ഇതപ്പോൾ ഇങ്ങനെ. അപ്പോൾ ചില മിഡികളിലൊക്കെ ഫ്രണ്ടിൽ ഇതുപോലെ ഉണ്ടാവും, കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്തത്. വെൽവെറ്റിൻ്റെ ക്ലോത്ത് എടുത്ത് ഇതുപോലെ ആ ക്ലോത്തിൻ്റെ മേലെ നല്ല വശത്ത് ഈ ലൈനിങ് പീസ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വി പോലെ കട്ട് ചെയ്ത ആ ഭാഗമാണ് ആദ്യം 1/4 ഇഞ്ച് വിട്ടിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് തയ്ച്ചെടുക്കേണ്ടത്. ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവരുമ്പോൾ കറക്റ്റ് സെൻറ്റർ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തണം കേട്ടോ. അതിന് ശേഷം അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം എക്സ്ട്രാസ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ടാണ് നമ്മൾക്ക് ഫ്രണ്ട് പീസിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ലൊരു അടിപൊളി നല്ല ഭംഗിയുള്ളൊരു മിഡി നമ്മൾക്ക് കിട്ടും. എന്തായാലും ഇതുപോലെ ഫ്രോക്ക് തയ്ച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തയ്ച്ചതിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടാവും. വെറുതെ ഇരിക്കുന്ന തുണികളൊക്കെ ഇതുപോലെ എടുത്ത് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇട്ടോളും. നമ്മൾക്കും അതൊരു പണിയാകും. കുട്ടികളും തുണി വേസ്റ്റ് ആകാതെ കുട്ടികളും ഇട്ടോളും. എക്സ്ട്രാസ് എല്ലാം ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നല്ല കുറച്ച് വൈഡായിട്ടുള്ളൊരു വി മോഡലിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ പതിച്ചടിയും കൂടെ കൊടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കുക.
എന്നിട്ട് ബാക്കി അതിൻ്റെ ചുറ്റുഭാഗവും എന്താ പറയുക ഓരോ തയ്യൽ ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസും വെൽവെറ്റിൻ്റെ ക്ലോത്തും ചേർന്നിട്ട് എല്ലാ ഭാഗത്തും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും എന്താ പറയുക സ്നേഹത്തോടെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും തരണം. പിന്നെന്താ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാം ഇതുപോലെയെല്ലാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ട് പീസിൻ്റെ ആ ബെൽറ്റ് കറക്റ്റ് ലെവലാക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്ത ആ ഭാഗം മുകളിലേക്ക് വരുന്നത് പോലെ വെക്കുക. എന്നിട്ട് ബെൽറ്റിൻ്റെ കറക്റ്റ് ലെവലായിട്ടുള്ള ഭാഗം മുകളിലും വി പോലുള്ള ഭാഗം താഴത്തേക്കും വരുന്നത് പോലെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വെക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് തയ്ക്കുക. അതിനുശേഷം വി പോലുള്ള ഭാഗം ആ പ്ലേറ്റിൻ്റെ മേലെ തന്നെ കറക്റ്റായിട്ട് വരുന്നത് പോലെ വീണ്ടും തയ്ച്ച് എടുക്കണം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കാണാനായിട്ട് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി ഇതിൽ പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി താഴത്തെ ഭാഗം ആ വി പോലുള്ള ഭാഗം തയ്ച്ച് എടുക്കണം. അപ്പോൾ വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എന്താ പറയുക ചുളിവ് വരുന്ന ക്ലോത്താണ്. അപ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടണമെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം തയ്ക്കുക. അല്ലെങ്കിൽ ആ പ്ലേറ്റ് ഉള്ളിലേക്ക് മടങ്ങിപ്പോയാൽ പിന്നെ അത് വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി ഭാഗം ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിന് സാധാരണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബെൽറ്റ് വെക്കാറില്ലേ, അതുപോലെ ഇനി മുകളിൽ ഒരു ബെൽറ്റും കൂടെ വരും. ഇത് മിഡിയിൽ വരുന്ന ഒരു ഡിസൈൻ പോലെ ഞാൻ കൊടുത്തതാണ്. ഇനി സാധാരണ നമ്മൾ എലാസ്റ്റിക് വെക്കാനോ അല്ലെങ്കിൽ ബെൽറ്റ് വെക്കാനായിട്ട് ചെയ്യാറില്ല. അപ്പോൾ അതിനായിട്ടുള്ളൊരു ബെൽറ്റും കൂടെ വേണം. അപ്പോൾ അതിന് 5 ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ 16 ഇഞ്ച് നീളവുമുള്ള ഇതുപോലൊരു പീസ് നമ്മൾക്ക് വേണം. കറക്റ്റ് മിഡിയുടെ അതേ ലെവലായിട്ടുള്ള അളവാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതെല്ലാ ഭാഗത്തും ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. സാധാരണ നമ്മൾ സ്കേർട്ടിലും അത് ബെൽറ്റ് വെക്കാറില്ലേ മിഡിയിലേക്ക്, അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടുക. അപ്പോൾ ഇതിൽ ഫ്രണ്ട് പോർഷനിൽ ഇത്രയേ പണിയുള്ളൂ. ഇനി ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസ് എടുത്തിട്ട് ബാക്കി 45 ഇഞ്ചോളം ഉള്ള പീസാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. കുഞ്ഞതെന്ന് വെച്ചാൽ 1/4 ഇഞ്ചോളം വരുന്നത് പോലെ അടുപ്പിച്ചിട്ട് കുഞ്ഞതായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൽ അറ്റം വരയ്ക്ക് ഇട്ട് കൊടുക്കുക. ഒരു 20 ഇഞ്ചോളം വരയ്ക്ക് നീളത്തിന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ എലാസ്റ്റിക്കാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ആ ബെൽറ്റും ബാക്കിൽ എലാസ്റ്റിക്കും വരും. ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് അതുപോലെ തന്നെ 5 ഇഞ്ച് വീതിയിൽ അതുപോലെ തന്നെ 20 ഇഞ്ച് നീളത്തിലുള്ള ഒരു ബെൽറ്റ് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സൈഡ് ആദ്യം മടക്കി തയ്ക്കുക, 1/4 ഇഞ്ചിന് മടക്കി തയ്ക്കുക. എന്നിട്ട് മിഡിയുടെ മേലെ ഇതുപോലെ വെച്ചിട്ട് നീളത്തിൽ തയ്ച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ നീളത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കും ഫ്രണ്ടും നമുക്ക് ജോയിൻ്റ് ചെയ്ത് എടുക്കാം. അതിന് മുമ്പേ എലാസ്റ്റിക്കും കൂടെ ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബെൽറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മടക്കി കൊടുക്കുക. ഒന്ന് മടക്കി കൊടുത്ത് ലെവലാക്കി വെച്ചതിന് ശേഷം ഒരു 10 ഇഞ്ച് നീളത്തിന് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഈ എലാസ്റ്റിക്കും കൂടെ ഇതിനകത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒന്നിച്ച് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കുക. ബാക്ക് പീസിൽ അങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് എടുക്കുക. അപ്പോൾ എല്ലാം എന്താ പറയുക ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ എലാസ്റ്റിക്കും എല്ലാം കൂടെ ചേർന്നിട്ട് സൈഡ് കൂട്ടിയെടുത്തതിന് ശേഷം നല്ല വശത്തേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ എലാസ്റ്റിക് ഉള്ളിലേക്ക് പൊയ്ക്കോളും. അങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം എന്താ പറയുക അടിയിൽ ഫസ്റ്റ് ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ബാക്ക് പീസ് വെച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിലായിട്ട് എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. എല്ലാം ചേർന്ന് സൈഡ് കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. മിഡിയുടെ ഇപ്പോൾ സൈഡ് കൂട്ടിയെടുക്കുകയാണ്. താഴെ അറ്റം വരയ്ക്കും സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ എലാസ്റ്റിക് ഇങ്ങോട്ടേക്ക് വലിച്ച് പിടിച്ചിട്ട് ആ സൈഡും കൂട്ടിയെടുക്കണം. എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ച് കിട്ടുമ്പോൾ എലാസ്റ്റിക് ഉള്ളിലേക്ക് പോകും. ബാക്കി ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് എടുക്കണം. ചുറ്റിലും അടിച്ച് എടുക്കാനായിട്ടുള്ളതാണ്. അതപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് പറഞ്ഞു തരാം. മിസ്റ്റേക്ക് പറ്റി എന്തായാലും പറയണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം മടക്കി വെച്ച ബെൽറ്റ് ഉണ്ടല്ലോ ബാക്കിൽ, അത് തിരിഞ്ഞു പോയിട്ട് ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ അഴിച്ചെടുത്തിട്ട് തുണിയിൽ ചെറുതായിട്ട് എന്താ പറയുക സ്റ്റിച്ച് ഇളകി കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അഴിച്ചെടുത്തിട്ട് സാധാരണ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എലാസ്റ്റിക് വെച്ച് ചെയ്യില്ലേ, അതുപോലെ
ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ആദ്യം അത് കാണിച്ചു എന്നേ ഉള്ളൂ. അത് എന്താ പറയുക, ആ ഭാഗം കട്ടാക്കി കളയണ്ടെന്ന് വെച്ചിട്ടാണ് അതങ്ങനെ കാണിച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസ് തനിയെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പീസ് ബെൽറ്റിനായിട്ടുള്ള പീസ് വെച്ചില്ലേ അതിലേക്ക് എലാസ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കും ഫ്രണ്ടും സൈഡ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് സൈഡ് കൂട്ടിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 20 ഇഞ്ച് നീളത്തിൽ 10 ഇഞ്ച് എലാസ്റ്റിക് കൊടുത്തപ്പോഴാണ് അത്രയും ചുരുങ്ങി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ അതുപോലെ എലാസ്റ്റിക് ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താഴത്തെ ഭാഗം മടക്കി എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കാണിക്കാം കേട്ടോ. എൻ്റെ മോള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ക്ലിയർ ഇല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നല്ല ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇന്ന് എനിക്ക് വന്ന എന്താ പറയുക, ഒരു ലേഡി എനിക്ക് അയച്ച മെസ്സേജാണിത്. സോറി, മെസ്സേജ് അല്ല, കമൻ്റാണ് കേട്ടോ. ഇന്നലെ ഞാനൊരു കർട്ടൻ്റെ വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടാണ് ഇങ്ങനെയൊരു നല്ലൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ പറയൂ കൂട്ടുകാർ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് എന്താ മിസ്റ്റേക്ക്, എന്താ അതിൽ തെറ്റുള്ളത്? സുഷമ ഇങ്ങനെയൊരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. സുഷമയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആയിട്ട് ഞാൻ നേരുന്നു കേട്ടോ. ഓക്കെ, നല്ലൊരു മനസ്സിൻ്റെ ഉടമ. ഞാനതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വന്ന കമൻ്റ് അല്ലേ, റിപ്ലൈ കൊടുക്കണ്ടേ?